ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രത്തോടൊപ്പം സഞ്ചാരികളുടെ സ്വർഗത്തിലെ കാഴ്ചയുടെ കലവറയിലേക്ക് സ്വാഗതം. രാജ്യത്തെ സമ്പന്ന സംസ്ഥാനമായ ഗോവ കൊങ്കൺ തീരമേഖലയുടെ ഭാഗമാണ്. 3742 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു ലോക്സഭാ മണ്ഡലത്തോളം മാത്രം വിസ്തീർണമുള്ള ഇവിടെ 15 ലക്ഷത്തിൽ താഴെയാണ് ജനസംഖ്യ. മനോഹരമായ ബീച്ചുകളും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ ശേഷിപ്പുകളുമാണ് ഗോവയുടെ ആകർഷണവും പ്രൗഢിയും. ൽ 1961 പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായ ഗോവ 1987 സംസ്ഥാനമാകുന്നതുവരെ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. 63 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടിയായ മഹാരാഷ്ട്രവാദി ഗോമന്തകിനായിരുന്നു വിജയം. 80 കോൺഗ്രസ് ആദ്യമായി ഭരണം പിടിക്കുന്നത്. പിന്നീട് 2000 വരെ കാത്തിരിക്കേണ്ടി വന്നു ബിജെപിക്ക് സ്വതന്ത്രമായി അധികാരത്തിലെത്താൻ. ശേഷം കോൺഗ്രസും ബിജെപിയും മാറി മാറി ഗോവ ഭരിച്ചു. 2012 തെരഞ്ഞെടുപ്പിൽ മനോഹർ പരീക്കർ നയിച്ച ബിജെപി 21 സീറ്റുമായി ഭൂരിപക്ഷം നേടി. പ്രതിരോധ മന്ത്രിയായതിനെ തുടർന്ന് 2014 പരീക്കർ രാജിവെക്കുകയും ലക്ഷ്മികാന്ത് പർസേക്കർ മുഖ്യമന്ത്രി കസേരയിൽ എത്തുകയും ചെയ്തു. കോൺഗ്രസാണ് ഇവിടെ പ്രതിപക്ഷത്ത്. 2012 തെരഞ്ഞെടുപ്പിൽ ബിജെപി 21, കോൺഗ്രസ് 9, കക്ഷിരഹിതർ 5, ഗോവ വികാസ് പാർട്ടി 2, മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി 3 എന്നിങ്ങനെയാണ് കക്ഷിനില. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 2 സീറ്റും ബിജെപിക്കായിരുന്നു. ഇവിടുത്തെ വോട്ടർമാരിൽ ഹിന്ദുക്കൾ 66%, ക്രിസ്ത്യൻ 26%, മുസ്ലിം 8.3%. സിഖ്, ബുദ്ധ, ജൈന വിഭാഗങ്ങൾ 0.1% വീതം. 30%-ഓളം ന്യൂനപക്ഷ സമുദായമുള്ള ഗോവയിൽ നിലവിൽ ബിജെപി ഒറ്റയ്ക്കാണ് സർക്കാരിനെ നയിക്കുന്നത് എന്നത് ശ്രദ്ധേയം. കൊടിതോരണങ്ങളും പോസ്റ്ററുകളും ബാനറുകളുമില്ലാത്ത ആളും ആരവങ്ങളും കുറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഗോവയിൽ. പാർട്ടികളുടെ കണക്കുകൾ എല്ലാ കാലവും തെറ്റിച്ച പാരമ്പര്യമാണ് ഗോവയ്ക്കുള്ളത്. 30 വർഷത്തെ ചരിത്രത്തിൽ ഏതെങ്കിലും പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നൽകാൻ ഈ ചെറു സംസ്ഥാനം മനസ്സു കാണിച്ചത് 2 തവണ മാത്രം. ബിജെപിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒപ്പം MGP നേതൃത്വം നൽകുന്ന ബിജെപി വിരുദ്ധ മുന്നണിയുമാണ് ഗോവയുടെ ഭരണം സ്വപ്നം കാണുന്നത്. അടിയൊഴുക്കുകളെ ഭയക്കാതെ എല്ലാ പാർട്ടികളും പ്രചാരണാവേശത്തിലും ശുഭാപ്തി വിശ്വാസത്തിലുമാണ്. കന്നിയംഗത്തിൽ വൻ ഭൂരിപക്ഷമാണ് AAP ലക്ഷ്യമിടുന്നത്. I think it's going to be completely unexpected results. आम आदमी पार्टी will form government with complete majority. अब देखना ये कि कितना sweep होता है. ഭരണം നിലനിർത്താനാകുമെന്ന് ബിജെപിയും ഉറപ്പിക്കുന്നു. I am sure Goa will elect once again BJP government because the mood of the people across the country is for development. And development, there is need for continuity. There is need to center and state work together, and there is need to strengthen the hands of Narendra Bhai Modi. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഗോവ വീണ്ടെടുക്കാനുള്ള എല്ലാ ചേരുവകളും പാകപ്പെടുത്തുകയാണ് കോൺഗ്രസ്. മറ്റ് മേഖലകൾക്കൊപ്പം യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൂടി ലക്ഷ്യം വെക്കുന്ന പ്രകടന പത്രികയിൽ നിരവധി മോഹന വാഗ്ദാനങ്ങൾ. This is a manifesto that is committed to the people of Goa, to every single citizen of Goa, whether it be the youth of Goa, the women of Goa, the farmers of Goa, to every single individual. It's a manifesto that covers every aspect of life in Goa. മികച്ച ജീവിത സാഹചര്യത്തിന് പുകൾപെറ്റ ചെറു സംസ്ഥാനത്തെ 40 നിയമസഭാ സീറ്റുകളിലേക്കാണ് പോളിംഗ്. മത്സരരംഗത്ത് 250 സ്ഥാനാർത്ഥികൾ. ദക്ഷിണ ഗോവയിൽ 131 പേരും ഉത്തര ഗോവയിൽ 119 പേരുമാണ് മത്സരരംഗത്തുള്ളത്. മിക്ക മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരം. കോൺഗ്രസ്, ബിജെപി, ആം ആദ്മി പാർട്ടി, NCP എന്നിവയെ കൂടാതെ MGP, GSM, ശിവസേന സഖ്യവും പ്രചാരണത്തിൽ സജീവമാണ്. 36 സ്ഥാനാർത്ഥികളെ ബിജെപി നിർത്തിയിട്ടുണ്ട്. 2 സ്വതന്ത്രരെ പാർട്ടി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു.
കോൺഗ്രസ് 37 സീറ്റുകളിൽ മത്സരിക്കുന്നു. ആപ്പിന് 39 സ്ഥാനാർത്ഥികളുണ്ട്. യുണൈറ്റഡ് ഗോവൻ പാർട്ടിക്ക് 2ഉം ഗോവ സ്വരാജ് പാർട്ടിക്ക് 3ഉം ഗോവ വികാസ് പാർട്ടിക്ക് 4ഉം സ്ഥാനാർത്ഥികളുണ്ട്. NCP 16 സീറ്റിലും MGP, GSM, ശിവസേന സഖ്യം 26 സീറ്റിലും മത്സരിക്കുന്നു. BJPയെ തറപറ്റിച്ച് ഭരണം പിടിക്കുമെന്ന ഉറപ്പിലാണ് ഗോവ മുൻ RSS തലവനും ബദൽ മുന്നണിയുടെ അമരക്കാരനുമായ സുഭാഷ് വെലിംഗർ. We are damn confident that we are winning 22 seats in Goa, sufficient for the government at our own power. And Bharatiya Janata Party is going to be reduced to less than 5. Congress is going to be reduced even less than 9. AAP is not going to make any headway into the politics of Goa. കോൺഗ്രസിന്റെയും BJPയുടെയും നേർക്കുനേർ പോരാട്ടത്തിനൊപ്പം പ്രാദേശിക പാർട്ടികളുടെയും ശക്തിപ്രകടനമാണ് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാറ്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തം. മിക്ക മണ്ഡലങ്ങളും ഇതുവരെ കാണാത്ത ചതുഷ്കോണ പോരാട്ടത്തിനാണ് സാക്ഷിയാകുന്നത്. പ്രവചനങ്ങൾ അസാധ്യമാക്കി ഗോവയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ചതുഷ്കോണ പോരാട്ടം. കാണാം ഇടവേളയ്ക്ക് ശേഷം.